ചരിത്ര സ്മൃതികൾ നെഞ്ചേറ്റി നിൽക്കുന്ന തൃപ്പൂണിത്തുറ. എറണാകുളം ജില്ലയിലെ ഈ നഗരം മഹിതമായ ഒരു സാമൂഹിക പൈതൃകത്തിന്റെ അവശേഷിപ്പ് കൂടിയാണ്. തൃപ്പൂണിത്തുറ പാടിയിൽ വീട്ടിലെ മനു മേനോൻ എന്ന അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ച് നല്ല വരുമാനം നേടുന്നുണ്ടെങ്കിലും മനുവിനെ തന്റെ പാരമ്പര്യ വഴികൾ കൈപിടിച്ചെത്തിച്ചത് കാർഷിക രംഗത്തേക്കായിരുന്നു. മണ്ണ്, പ്രകൃതി, ജീവനം എന്നിവയുടെ സംയുക്ത സംരക്ഷണം ലക്ഷ്യമാക്കി ഒരു സമ്മിശ്ര കാർഷിക തലത്തെയാണ് മനു തിരഞ്ഞെടുത്തത്. നഗരമധ്യത്തിലെ 1.5 ഏക്കറോളം വരുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് മനു തന്റെ കാർഷിക വൃത്തിക്ക് നാന്ദി കുറിച്ചു. ഇന്ന് വിവിധ പച്ചക്കറി ഇനങ്ങളും ആടുകളും താറാവുകളും മുട്ടക്കോഴികളും കാടക്കോഴികളും മത്സ്യകുഞ്ഞുങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു കാർഷിക കളമായി ഇവിടം മാറിയിരിക്കുന്നു. ഈ ചെറുപ്പം മുതലേ ജീവികളോടും അതുപോലെ കൃഷിയോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ശേഷം പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ഫാം തുടങ്ങാമെന്നുള്ള കാരണം തുടക്കത്തിൽ എനിക്ക് സ്ഥലത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീടിനോടായിരുന്നു നല്ല ഐഡൻറ്റിക്കലായിട്ടുള്ളൊരു സ്ഥലം കിട്ടി. വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്, സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്തിന് സൗകര്യം കിട്ടിയപ്പോൾ ഇനീഷ്യലി ഞാൻ ഇവിടുത്തെ ലാൻഡ് ഓണറോട് സംസാരിച്ചു. കാരണം ഈ പറമ്പ് ആരും യൂസ് ചെയ്യാതെ അങ്ങനെ കാടെല്ലാം പിടിച്ച് മുഴുവൻ പ്ലാസ്റ്റിക് എല്ലാം ഇടുന്ന ഒരു ആളുകളെല്ലാവരും കൊണ്ട് ലോക്കലുള്ള ആളുകളെല്ലാവരും വേസ്റ്റ് ഇടുന്നൊക്കെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് നോർമലി നമ്മൾ കൺവേർട്ട് ചെയ്തൊരു ഫാമായിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ കൊടുത്ത ഇനീഷ്യേറ്റീവ് അതിനെ നല്ല രീതിയിലെടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫാം എന്നുള്ള രീതി തുടങ്ങിയത്. കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും അടുത്ത് കിട്ടിയ ഒരു ലൊക്കേഷനിൽ കിട്ടിയതാണ്. അവിടെ തൊട്ടാണ് ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ള രീതിയിലേക്ക് വരാൻ തീരുമാനിച്ചത്. കാരണം ഇൻ്റഗ്രേറ്റഡ് ഫാം ആവുമ്പോൾ കുറച്ചുകൂടി ഇതുപോലെ ഇതിന് മിനിമൽ വേസ്റ്റേജ് ആണ് ഏറ്റവും കൂടുതൽ. അതിനാണ് എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഫാമിൽ പ്രഭാതം മുതൽ സായാഹ്നം വരെ നീളുന്ന പരിപാലന വേളകളിൽ പങ്കാളിയാകുവാൻ മനു മേനോൻ തന്റെ ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നു. ഒപ്പം അമ്മ സുജാതയും MBA വിദ്യാർത്ഥിയായ സഹോദരൻ രാകേഷും ജോലിക്കാരായ ഓമനയും മണിയും ഫാമിലെ പരിപാലന മുറകളിൽ സദാ വ്യാപൃതരാണ്. മലബാറി, ജമുന പ്യാരി ഇനങ്ങളിൽപ്പെട്ടവയും അവയുടെ സങ്കര ഇനങ്ങളുമാണ് മനുവിന്റെ ആട്ടിൻപറ്റത്തിലേറെയും. രോഗപ്രതിരോധ ശേഷിയാർന്നതും വേഗത്തിൽ നല്ല ശാരീരിക പുഷ്ടിയോടെ വളർച്ച എത്തുന്നതുമായ ബീറ്റിൽ ഇനത്തിന്റെ സങ്കരവർഗ്ഗങ്ങളും കൂടെയുണ്ട്. ഇവയുടെ പ്രത്യുൽപാദനത്തിനായി ബീറ്റിൽ മുട്ടനാടിനെയും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന 2 ഓപ്ഷൻ, ഒന്ന് പശു അതുപോലെ തന്നെ ആടുമായിരുന്നു. അപ്പോൾ ആടിൻ്റെ കാര്യം നോക്കിയപ്പോൾ ആട് കമ്പാരിറ്റീവ്ലി അസുഖങ്ങൾ കുറവാണ്, കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഞാൻ ആടിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കടയിൽ 40ഓളം ഇനങ്ങൾ ആടുകളുണ്ട്. അതിൽ ജമുനാപാരിയുണ്ട്, മലബാറിയുണ്ട്, ജമുനാപാരി മലബാറി ക്രോസ് ബ്രീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്യുവർ നമ്മളൊരു ബീറ്റൽ എൻ്റെ ഞാനിപ്പോൾ മെയിലിനെ കീപ്പ് ചെയ്യുന്നുണ്ട്, മെയിൽ സ്റ്റോക്കുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജമുനാപാരിയുടെ കുഞ്ഞുങ്ങളെ ബീറ്റിലായിട്ട് ക്രോസ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നോക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വളർച്ച ബെറ്ററാണ്, വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്യുന്നുണ്ട്. ആടിൻ്റെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി മലബാരിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് കൂടുതലാണ്. പിന്നെ മാർക്കറ്റിലെ ഡിമാൻഡും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് വരുന്നതും ക്രോസ് ബ്രീഡ്സിനാണ് കൂടുതലും ഡിമാൻഡ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ അങ്ങനെയാണ് ഒരു ട്രെൻഡ്. ശാസ്ത്രീയമായി പലകത്തട്ട് പാകി തയ്യാറാക്കിയിരിക്കുന്ന ആട്ടിൻകൂടിന് 6 അടി ഉയരവും 40 അടി നീളവും 20 അടി വീതിയുമുണ്ട്. 50-ലേറെ ആടുകളെ ഈ കൂടിന് ഉൾക്കൊള്ളാനാകും. കൂടിനുള്ളിൽ
ഒരു പ്രത്യേക ഭാഗമൊരുക്കി പ്രസവിച്ച ആടുകളെ പരിരക്ഷിക്കുന്നു. മുട്ടനാടുകൾക്കും ഇവിടെ പ്രത്യേകം ബ്ലോക്കുകൾ തീർത്തിരിക്കുന്നു. കൂടിന് താഴെയുള്ള ഭാഗത്തെ കോൺക്രീറ്റ് തറയിലാണ് ആടുകളുടെ കാഷ്ടവും മൂത്രവും പതിക്കുക. ഇത് അതാത് ദിവസം തന്നെ നീക്കം ചെയ്ത് കൂട് ശുചിയാക്കുന്നു. ആട്ടിൻ കാഷ്ടം വളമായി ഉപയോഗിക്കുന്നതിനായി പ്രത്യേകം ടാങ്കിൽ സൂക്ഷിക്കുന്നു. നാട്ടുപുല്ലിനും ഇലവർഗ്ഗങ്ങൾക്കുമൊപ്പം CO3 ഇനത്തിൽപ്പെടുന്ന തീറ്റപ്പുല്ലുകളും ആടുകൾക്ക് നൽകിപ്പോരുന്നു. തീറ്റപ്പുല്ല് കൂട്ടിനുള്ളിൽ വച്ചു കൊടുക്കുന്ന രീതിയാണ് മനു അവലംബിച്ചു പോരുന്നത്. ആടുകൾക്കായി തീറ്റപ്പുൽ കൃഷിയും മനു ഫാമിൽ നടത്തിപ്പോരുന്നു. ഖര ആഹാരമായി കപ്പലണ്ടി പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, അരിത്തവിട്, സോയാബീൻ തവിട്, ചോളപ്പൊടി എന്നിവ കലർത്തിയ മിശ്രിതവും നൽകുന്നു. സങ്കര ഇനം ആടുകൾക്ക് വിപണിയിൽ ഏറെ പ്രിയമായതിനാൽ മനുവിന്റെ ആടുവളർത്തൽ നല്ല ആദായം തന്നെ തരമാക്കുന്നു. ആടിന് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റയ്ക്ക് ഞങ്ങൾ 2 ടൈപ്പ് ഫീഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി, തവിട്, അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരാടിന് 200 ഗ്രാം തീറ്റ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫീഡുണ്ട്, സോയാ തവിടും, ചോളത്തവിട്, അരിത്തവിട്, കപ്പലണ്ടി പിണ്ണാക്ക്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു ഫീഡ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കാൽസ്യം സപ്ലിമെൻറ്റ് LEE52 എന്ന് പറഞ്ഞിട്ടൊരു കാൽസ്യം സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വേമിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ മാസവും വിരയ്ക്കുള്ള മരുന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മാസം നമ്മൾ മാറ്റി സർക്കിൾ ചെയ്തിട്ട് ഡിഫറെൻറ്റ് മെഡിസിൻസാണ് കൊടുക്കുന്നത്, ഏത് തരത്തിലുള്ള വിരയും തടയാനായിട്ട്. കുട്ടനാടൻ താറാവിനങ്ങളായ ചാരയും ചെമ്പല്ലിയുമാണ് മനുവിന്റെ താറാക്കൂട്ടങ്ങൾ. ഫാമിൽ സ്വതവേ കിട്ടിയ തൊട്ടിലും കുളത്തിലുമായി ഇവ കലവില വെച്ച് നീന്തി തുടിച്ച് മനുവിന് കാർഷിക ലക്ഷ്യത്തിന് കൂട്ടുചേരുന്നു. ഗോതമ്പ് പൊടിയും തവിടും പെല്ലറ്റുമൊക്കെയാണ് താറാവിന്റെയും ആഹാരം. ഷീറ്റ് വാങ്ങിയ വലക്കൂട്ടിലാണ് താറാവുകളുടെ രാവുറക്കം. സംരക്ഷകർക്ക് രാവിലെ മുട്ടകളും കിറുകൃത്യം. ഇപ്പോൾ വെള്ളത്തിന് സൗകര്യമുണ്ട്. ഇവിടെ സൈഡിൽ ഒരു കനാൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ താറാവിനെ നോക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെ താറാവ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. താറാവ് ഞങ്ങൾ 1 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ നിരണം ഡക്ക് ഫാമിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. സാധാരണ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചാര, ചെമ്പല്ലി 2 തരത്തിലുള്ള താറാം കുഞ്ഞുങ്ങളെയാണ്. 1 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ബ്രൂഡറെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നമ്മൾ പരിപോഷിച്ചെടുക്കും. 1 മാസത്തിന് ശേഷം ഞങ്ങൾ ഇതുങ്ങളെ മേജർ കൂടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുവരെ നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള കവേർഡ് ഏരിയ ഉണ്ടാവും. മിനിമൽ ടൈമിൽ മാത്രമേ വെള്ളത്തിൽ വിടത്തുള്ളൂ.
പിന്നെ സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കുന്ന ഫുഡ് സ്റ്റാർട്ടർ ഫുഡാണ് നമ്മൾ താറാവിന് വേണ്ടി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗോതമ്പും നെല്ല് അതുപോലെയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതായത് ഒരു 4 മാസത്തിന് ശേഷം മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതലും കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കക്കത്തൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ലീഫ് 52 എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്ലിമെൻറ്റ്, കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ പുറത്ത് പാടത്ത് വിട്ട് തീറ്റിക്കാനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊടുക്കുന്ന ഫുഡിന് അഡീഷണലായിട്ട് കാൽസ്യം സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താറാക്കൂട്ടങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന കുളങ്ങളിലുമുണ്ട് മനുവിന് വരുമാനമേകുന്ന മറ്റൊരു കൂട്ടം കട്ല, രോഹു ഇനങ്ങളിൽപ്പെട്ട ഭക്ഷ്യമത്സ്യങ്ങൾ. മുട്ടക്കോഴികളുടെ ഒരു ചെറു സംഘം ഫാമിലുണ്ടെങ്കിലും കാടക്കോഴികളെ വിപുലമായ തോതിൽ തന്നെയാണ് മനു വളർത്തുന്നത്. ഫാമിലും മറ്റൊരു ഷെഡിലുമായി 2000-ലേറെ വരുന്ന കാടക്കോഴികളിൽ നിന്നും മികച്ച ഒരു ആദായം തന്നെ മനുവിന് ലഭിക്കുന്നു. താറാവിന്റെ മുട്ടകൾക്കായി ആവശ്യക്കാർ ഫാമിലെത്തുന്നുണ്ടെങ്കിലും കാടമുട്ടകൾ പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന രീതിയാണ് ഇവിടുള്ളത്. കാടക്കോഴി ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ 3 ആഴ്ച പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് കൊണ്ടുവന്നതിന് 3 ആഴ്ചയ്ക്ക് ശേഷം മുട്ടയിട്ട് തുടങ്ങും. ഞങ്ങൾ മെയിനായിട്ട് ഹോൾസെയിൽ മാർക്കറ്റും അതുപോലെ തന്നെ നമ്മൾ റീറ്റെയിൽ മാർക്കറ്റിലും മുട്ട കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ആഴ്ചയിൽ ഒരു 10,000 മുട്ടയോളം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് പ്രസൻ്റ്ലി. കൃത്രിമ കുളം തീർത്ത് അതിൽ മീൻ വളർത്തുകയും അതിനോടനുബന്ധമായി പച്ചക്കറികളും കൃഷി ചെയ്യുന്ന അക്വാപോണിക്സ് കൃഷിരീതിക്കും മനു തന്റെ ഫാമിൽ തുടക്കമിട്ട് കഴിഞ്ഞു. ഇത്തരം കൃഷിരീതിയുടെ ഒരു ചെറു പതിപ്പ് മാത്രമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിലും ഇതൊരു വലിയ സംരംഭം എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് മനു. ചെറിയ പടുതാക്കുളം നിർമ്മിച്ച് അതിൽ തിലോപ്പിയ ഇനത്തിലുള്ള മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കുളത്തിന് ചുറ്റും ഇരുമ്പ് ചട്ടങ്ങളിൽ ഉറപ്പിച്ച അടുക്കുകളായി പാകിയ പോളിത്തീൻ പൈപ്പുകളിലൂടെ ജലം കുളത്തിലേക്ക് നിറയ്ക്കുകയും അതേ പൈപ്പുകളിലൂടെ തന്നെ ജലം റീസൈക്കിൾ ചെയ്ത് വീണ്ടും എത്തിക്കുകയും ചെയ്യുന്നു. പോളിത്തീൻ പൈപ്പുകളിൽ ഇട്ടിരിക്കുന്ന സുഷിരങ്ങളിലൂടെ വളരുന്ന പച്ചക്കറികൾക്ക് ആവശ്യമായ ജലത്തോടൊപ്പം റീസൈക്കിൾ വേളയിൽ മത്സ്യങ്ങളുടെ വിസർജ്യ വസ്തുവായ അമോണിയയും വളമായി ലഭിക്കുന്നു. അക്വാപോണിക്സിൽ മണ്ണ് മെയിനായിട്ട് വേണ്ട, അഡീഷണൽ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മീനിൻ്റെ വേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മണ്ണിൽ വളരുന്നേക്കാളും 50% ഗ്രോത്ത് കൂടുതലാണ്. നമ്മൾ ചെടികളുടെ വളർച്ച വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫിഷ് നമുക്ക് മെയിനായിട്ട് അത് അക്വാപോണിക്സിൽ ഏറ്റവും ഐഡൻറ്റിക്കലായിട്ടുള്ള ഫിഷ് എന്ന് പറഞ്ഞാൽ തിലോപ്പിയ ഫിഷാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് ഗിഫ്റ്റ് തിലോപ്പിയ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നാടൻ തിലോപ്പിയ 2 ഫിഷും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഫാമിലെ കുറച്ചിടം പച്ചക്കറി കൃഷിക്കായും മനു നീക്കി വച്ചിരിക്കുന്നു. വിത്തുനടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഘട്ടങ്ങളിൽ എല്ലാം തന്നെ മനുവിന്റെയും സംഘത്തിന്റെയും പ്രത്യേക ശ്രദ്ധ ഇവിടെയുമുണ്ട്. ശ്രീ മനു അദ്ദേഹത്തിന് ലഭിച്ച ഏകദേശം ഒരു ഹെക്ടറിനടുത്തുള്ള ഈ കൃഷിഭൂമി ഒരു സംയോജിത കൃഷിരീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമായിട്ടും ആട്, താറാവ്, മത്സ്യം എന്നിവയുടെ ഒരു ഫാമായിട്ടാണ് കൂടുതലും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും അത് മറ്റ് കൃഷിക്കായിട്ട്, പച്ചക്കറി കൃഷിക്കായിട്ട് മുഖ്യമായിട്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുതന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നഗരത്തെ ഹൃദയത്തിൽ ഇത്ര ഒരു ഫാം സംഘടിപ്പിക്കുക എന്നത് വളരെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെയധികം
ഇതിനകത്ത് ഇടപെട്ട് ശ്ലാഘനീയമായ രീതിയിൽ ഇത് പുരോഗമിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് യുവജനങ്ങൾക്ക് വളരെയധികം പ്രചോദനമാകുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഫാം കൃഷിഭവൻ്റെയും മറ്റ് എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റ് സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിലുപരി ഞങ്ങളുടെ ഈ കൃഷിഭൂമി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിന് ആവശ്യപ്പെട്ട് വരുന്നവരൊക്കെ ഇതൊരു ഒരു എക്സ്പോഷർ പോയിൻ്റായിട്ട് ഞങ്ങളിത് കണക്കാക്കി മറ്റുള്ളവരെ ഇത് കാണിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആട്ടിൻ കാഷ്ടമാണ് പച്ചക്കറി വിളകൾക്കുള്ള പ്രധാന വളം. കീടരോഗബാധയ്ക്കെതിരെ ജൈവ കീടനാശിനിയും തളിച്ചു കൊടുക്കുന്നു. ചീരയും വെണ്ടയും വഴുതനയും പയറും പാവലുമൊക്കെ പൂവിട്ടും കായൊരുക്കിയും ഇവിടെ നിരയിടുമ്പോൾ മനു എന്ന ഈ ചെറുപ്പക്കാരനിലും സംതൃപ്തിയുടെ നിറങ്ങൾ പടരുകയാണ്. നമുക്കിത്രയും ഇവിടെ മാനുവർ അവൈലബിൾ ആയതുകൊണ്ട് സ്ലോലി നമ്മളൊരു പച്ചക്കറി ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ആളുകളുടെ എല്ലാം നല്ല സപ്പോർട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ വന്ന് വാങ്ങാനായിട്ട് ആളുകളുണ്ട്. ഫാം ഫ്രഷ് ഫുഡ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഫുഡ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു വലിയൊരു പ്രചോദനമായി. അതിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് മേവള്ളൂരിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ള മനുവിന്റെ സ്വന്തം കൃഷിയിടവും കാർഷിക കാന്തി അണിഞ്ഞു തന്നെ നിൽക്കുന്നു. മരച്ചീനി, വാഴ, ജാതി, ചേന, ചേമ്പ് തുടങ്ങിയ എല്ലാ നാടൻ കാർഷിക വിളകളും ഫലവൃക്ഷങ്ങളും 4 ഏക്കറോളം വരുന്ന ഈ കൃഷിഭൂമിയിലുണ്ട്. ഫാമിലെ പരിപാലനത്തിനൊപ്പം ഇവിടെയും മനുവിന്റെയും സഹോദരന്റെയും ശ്രദ്ധയുമുണ്ട്. പച്ചക്കറി കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ആടിൻ്റെ ഇതിലൊക്കെ വില കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. താറാവിൻ്റെ തീറ്റയൊക്കെയാണ്. ഞാൻ രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കേ വരുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഒരുവിധമുള്ള പണികളൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനും സഹകരിക്കാറുണ്ട്. മനുവിൻ്റെ കൃഷിയോട് ഈ സംരംഭത്തോട് എനിക്ക് വളരെ താല്പര്യമുണ്ട്. അതിനുള്ള സപ്പോർട്ട്, എൻ്റെ ഫുൾ സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വീട്ടിലെ അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഫാമിന്റെ സമഗ്രമായ വികസനമാണ് മനുവിന്റെ അടുത്ത ലക്ഷ്യം. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ കാർഷിക മേഖല നൽകുന്ന അന്തസ്സ് പകരം വയ്ക്കാനാവില്ലെന്ന് ഈ ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൃഷിയെ ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് കണ്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അതേസമയത്ത് പുറം രാജ്യങ്ങളിലെല്ലാം ഒരുപാട് ഒരു കൃഷി ശരിക്കും ഒരു സീരിയസ് ബിസിനസ് തന്നെയാണ്, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലെല്ലാം. അപ്പോൾ എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഫാമുകളും പല സ്ഥലങ്ങളും പോയി കണ്ടപ്പോൾ എനിക്ക് അതൊരു ഇൻസ്പിറേഷനായി. കാരണം കൃഷി എന്തുകൊണ്ടും ഒരു നല്ലൊരു ബിസിനസ് തന്നെയാണ്. നമ്മളൊരു നല്ല രീതിയിൽ അതിനെ നോക്കി നടത്തി കഴിഞ്ഞാൽ, നല്ലൊരു ബിസിനസ് ആയി അതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ലാഭം തരുന്നൊരു ബിസിനസ്സാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രശ്നമാണ് കോമ്പറ്റീഷൻ. ഏത് ബിസിനസ് രംഗത്താണെങ്കിലും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. പക്ഷേ കൃഷി രംഗത്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് വളരെ മിനിമലാണ്. കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് പോലും പുറത്തു പോയി എനിക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വളരെ കുറവാണ്. കാരണം നമുക്ക് ഇവിടെയുള്ള പ്രോഡക്റ്റ് ആളുകൾ ഇവിടെ തന്നെ വന്ന് വാങ്ങിച്ചു പോകാനുണ്ട്. ഞങ്ങൾക്ക് ആളുകളുടെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാനുള്ള ഇല്ലാത്ത ഒരു കുറവ് മാത്രമേ നമുക്ക് കൃഷിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷി എന്തുകൊണ്ടും നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു ബിസിനസ്സാണ്. മണ്ണിനെ മനസ്സിലേറ്റി പ്രകൃതിയെ കൂട്ടുചേർത്ത് ജീവിത പഥമൊരുക്കാൻ തയ്യാറായ മനു നമ്മുടെ യുവതയ്ക്കിടയിൽ വേറിട്ടു നിൽക്കുന്നു. ആ സാന്നിധ്യം ഒരു പുത്തൻ കൃഷിപാഠമാക്കി നമ്മെ പഠിപ്പിക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ ഈ സമ്മിശ്ര കൃഷിയിടം.
यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിൽമ ക്ഷീര ദിനാചരണം. നടീൽ വസ്തുക്കളുടെ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലനം. കേരള കാർഷിക സർവകലാശാല ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനും മിൽമയുടെ 3 മേഖലാ യൂണിയനുകളും സംയുക്തമായി ഈ മാസം 26-ന് ക്ഷീര ദിനാചരണം സംഘടിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് മിൽമയുടെ എല്ലാ ഡയറികളും സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നതാണ്. കൂടാതെ ഡയറികളിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക വിതരണ കേന്ദ്രം വഴി ഉപഭോക്താക്കൾക്ക് മിൽമ ഉൽപ്പന്നങ്ങൾ ആദായ വിലയ്ക്ക് ലഭിക്കുന്നതാണ്. നടീൽ വസ്തുക്കളുടെ ഉൽപാദനം എന്ന വിഷയത്തിൽ കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രം ഡിസംബർ 16 മുതൽ 18 വരെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഫീസ് 1000 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 049626664041, മൊബൈൽ നമ്പർ 9447565549. നീര ഉൽപാദനത്തിന് സഹായകരമായ കൊക്കോ സാപ്പ് ചില്ലർ എന്ന സംവിധാനത്തിന് കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം നൽകി. നീര ടാപ്പ് ചെയ്യുന്ന സമയത്ത് ശുചിയായ സാഹചര്യം നിലനിർത്തുന്നതിനൊപ്പം പുളിക്കാതെ സൂക്ഷിക്കാനും സഹായിക്കുന്നതാണ് ഈ സംവിധാനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9567088753. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വേപ്പിൻ പിണ്ണാക്കിന്റെയും കടല പിണ്ണാക്കിന്റെയും മിശ്രിതമായ വേപ്പെണ്ണ കുഴമ്പ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മിതമായ വിലയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484249245. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമായ സെന്റർ ഫോർ ലേണിംഗ് 3 ഓൺലൈൻ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ജൈവ കൃഷി, സസ്യപ്രജനനവും നഴ്സറി പരിപാലനവും പഴപച്ചക്കറി സംസ്കരണവും വിപണനവും എന്നിവയാണ് കോഴ്സുകൾ. അപേക്ഷകൾ അയക്കേണ്ട വിലാസം സെന്റർ ഫോർ ലേണിംഗ്, ITBT കോംപ്ലക്സ്, KIUPO, വെള്ളാനിക്കര, തൃശൂർ, കേരള 680656. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 048724386567, മറ്റൊരു നമ്പർ 9447991484. സംശയങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഇമെയിൽ വിലാസം celkau@gmail.com. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,000 രൂപ, കോഴിക്കോട് 11,000 രൂപ, തൃശൂർ 9,950 രൂപ. കൊപ്ര കൊച്ചി 6,780 രൂപ, കോഴിക്കോട് 7,300 രൂപ, തൃശൂർ 6,820 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,400 രൂപ, ഗാർബിൾഡ് 71,400 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ബസ്റ്റ് 20,500 രൂപ. മഞ്ഞൾ സേലം 10,500 രൂപ, ഈറോഡ് 11,000 രൂപ. അടയ്ക്ക പുതിയത് 24,500-നും 25,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,000 രൂപ, കോപ്ര 6,780 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,400 രൂപ, ഗാർബിൾഡ് 71,400 രൂപ.
ചുക്ക് മീഡിയം 19,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,500 രൂപ, അടയ്ക്ക പുതിയത് 24,500-നും 25,500-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260-നും 280-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 450-നും 500-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 600-നും 850-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 760 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,800 രൂപ, ഒട്ടുപാൽ 6,400 രൂപ, ലാറ്റക്സ് 7,800 രൂപ. കമ്പോള അവലോകനം. പ്രതികൂല കാലാവസ്ഥ തമിഴ്നാട്ടിൽ നാളികേര വിളവെടുപ്പ് തടസ്സപ്പെടുത്തിയത് കൊപ്രയ്ക്ക് കരുത്തായി. ലഭ്യത ചുരുങ്ങിയതോടെ മില്ലുകാർ വില ഉയർത്തി കൊപ്ര വാങ്ങാൻ ശ്രമം നടത്തി. കൊച്ചിയിൽ എണ്ണവില സ്റ്റഡിയാണ്. മഞ്ഞൾ വില വർദ്ധിച്ചു. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യവസായികളും മികച്ച ഇനം മഞ്ഞളിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ മത്സരിച്ചതോടെ ഈറോഡ്, സേലം വിപണികളിൽ മഞ്ഞൾ വില ക്വിന്റലിന് 2,000 രൂപ വർദ്ധിച്ചു. ഹൈറേഞ്ച് കുരുമുളകിന്റെ ലഭ്യത ചുരുങ്ങിയിട്ടും നിരക്ക് ഉയർന്നില്ല. ഗാർബിൾഡ് കുരുമുളക് 71,400 രൂപയിലാണ്. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ 47,764 കിലോഗ്രാം ഏലക്ക ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾക്ക് കിലോയ്ക്ക് 849 രൂപ ഉറപ്പുവരുത്താനായി. ശരാശരി ഇനങ്ങൾ 617 രൂപയിലാണ്. കയറ്റുമതിക്കാർ ഏലക്കയിൽ താൽപര്യം കാണിച്ചു. റബ്ബർ വിപണി ചലനരഹിതമാണ്. ടയർ നിർമ്മാതാക്കളും ആഭ്യന്തര വ്യവസായികളും രംഗത്ത് നിന്ന് വിട്ടുനിന്നു. ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് റബ്ബർ അവധി വ്യാപാരം ഇന്ന് പ്രവർത്തിച്ചില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.4, 24.6. കൊച്ചി 33.4, 24.5. ആലപ്പുഴ 32.4, 24.9. പുനലൂർ 32.2, 22.4. തിരുവനന്തപുരം 32.1, കുറഞ്ഞ താപനില 29.9 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.